വചനോത്സവം ഓൺലൈൻ ഈശോയുടെ തിരുമുഖ ആരാധനയിലേക്ക്, ഈശോയുടെ വചനത്തെ സ്നേഹിക്കുന്ന ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നേ ദിവസത്തിലെ എല്ലാ അധ്വാനങ്ങൾക്കും ദൈവം നൽകിയ എല്ലാ നന്മകളെയും ഓർത്തും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ ആരാധിച്ച് നമുക്ക് ഉറങ്ങുവാനായിട്ട്, വിശ്രമിക്കുവാനായിട്ട് പ്രവേശിക്കാം. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം: വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഓരോരുത്തരും ക്രിസ്ത്യാനികളായിട്ട് ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ ആയിരിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്ത്യാനികളാണ്. വിശ്വാസം എന്താണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനിയായി മാറുക. എന്താണ് വിശ്വാസം? അത് ഉറപ്പും ബോധ്യവുമാണ്. എന്തിലുള്ള ഉറപ്പ്? പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്, ഈശോയുടെ പ്രവൃത്തിയിലുള്ള ഉറപ്പ്, കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം, അദൃശ്യനായി നമ്മുടെ കൂടെ ഇരിക്കുന്ന, വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ സജീവ സാന്നിധ്യത്തിലുള്ള ബോധ്യം. സ്നേഹം നിറഞ്ഞവരെ, ഈ നിമിഷം ഒരു ഗാനത്തിൻ്റെ ഈരടിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാം. അദൃശ്യനായി നമ്മുടെ കൂടെയുള്ള വിശുദ്ധ കുർബാനയിലുള്ള ഈശോയെ നമുക്ക് ആരാധിക്കാം. ഈശോയുടെ പ്രവൃത്തിയിൽ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഒരു ഗാനത്തിൻ്റെ ഈരടിയോടുകൂടി നമുക്ക് ഈശോയെ ആരാധിക്കാം. ഇന്നേ ദിവസം നമ്മൾ സ്നേഹിക്കേണ്ട വചനം, തിരുവചനം ഇതാണ്: വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം. സ്നേഹം നിറഞ്ഞവരെ, ഈ തിരുവചനം ഇത് നമ്മൾ കിടക്കുമ്പോൾ, നമ്മുടെ കിടക്കയിൽ കിടന്നുറങ്ങുമ്പോൾ, കണ്ണുകൾ അടയ്ക്കുമ്പോൾ, നമ്മുടെ മൗനത്തിൽ നിന്നുകൊണ്ട് അത്തരങ്ങളിലൂടെ നമുക്ക് ഈ വചനം ഉച്ചരിക്കാം. ഒരു 100 പ്രാവശ്യം ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഉച്ചരിക്കാം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. സ്നേഹം നിറഞ്ഞവരെ, അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ
ഇന്ന ദേശത്തേക്ക് പോവുക, ആ ദേശത്ത് വലിയ അത്ഭുതങ്ങളും സൗകര്യങ്ങളും ലഭിക്കുമെന്നൊന്നും വലിയ ഉറപ്പില്ല. പക്ഷേ ഈശോ പ്രവർത്തിക്കും എന്ന ഉറപ്പ്, ആ പ്രവൃത്തിയിലുള്ള ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ടാണ് അബ്രാഹാം ആ കാണിച്ച സ്ഥലത്തേക്ക് പോകുന്നത്. നോഹ പേടകം നിർമ്മിക്കാനായിട്ട് നോഹയോട് ദൈവം പറയുമ്പോൾ അത് അവിടെ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. ദൈവം പറഞ്ഞ ആ പ്രവൃത്തിയിൽ വിശ്വസിച്ചുകൊണ്ട് നോഹ പേടകം നിർമ്മിച്ചു. സാറ വലിയ പ്രായമെത്തിയപ്പോൾ ഗർഭം ധരിക്കുമോ ഇല്ലയോ എന്നൊന്നും ചിന്തിച്ചില്ല. ആ ഒരു പ്രവൃത്തിയിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ, അദൃശ്യനായ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് സാറ വിശ്വസിച്ചു. ഇഷ്ടം നിറഞ്ഞവരെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി. നമുക്ക് നാളെ എന്ത് സൗകര്യങ്ങളോ ദുഃഖങ്ങളോ വരുമോ എന്നുള്ളതല്ല, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന ഉറപ്പ്, നമ്മുടെ കൂടെ അദർശനായി ഈശോ ഉണ്ട് എന്നുള്ള ബോധ്യം, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈശോ അദർശനായി എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഈശോ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന വലിയ ഉറപ്പിൽ നിന്നുകൊണ്ട് നാളത്തെ ഓരോ പ്രവൃത്തികൾ ചെയ്യുവാനും ജീവിക്കാനും സാധിക്കട്ടെ. ഈ തിരുവചനം നമുക്ക് മനഃപ്പാഠമാക്കാം. ഹെബ്രായർ 11:1 വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും. നിറഞ്ഞവരെ, ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ